ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹീറോൻ്റെ മാസ്റ്റർ വണ്ടി. നമുക്കതിൻ്റെ വർക്കിന് കയറിയിട്ടുണ്ട്. നല്ല അതിൻ്റെ എൻജിൻ ഓയിൽ മാറാനുണ്ട്. പിന്നെ അതിൻ്റെ ഈ എൻജിൻ ഹാങ്ങറിൻ്റെ മെയിൻ സ്റ്റാൻഡിൻ്റെ പിന്ന് ലൂസായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഓൾറെഡി നമുക്ക് വലിയുടെ പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പെട്രോൾ ഓവർഫ്ലോ പോകണ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പെട്രോൾ ഓവർഫ്ലോൻ്റെ പ്രോബ്ലം ഉണ്ടല്ലോ. ഇപ്പോൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന കാർബറേറ്ററുമായി റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻ്റാണ്. അപ്പോൾ നമ്മൾ നിലവിൽ അത് അഴിച്ച് ഇടയ്ക്ക് വന്ന കേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്ത് നോക്കാനേ പറ്റുള്ളൂ. പിന്നെ അതേപോലെ തന്നെ വലിയുടെ പ്രശ്നം പറയുന്നുണ്ട്. ഓടിച്ച് നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് ഈ ഭാഗത്ത് അത്ര പ്രശ്നം തോന്നുന്നില്ല. ജെ റോട്ടിൽ ഓടിക്കുമ്പോൾ വലിയ അത്യാവശ്യം കയറ്റമുള്ള ഭാഗമൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ കംപ്ലയിൻറ്റ് പറയാം. അത് വരുമ്പോഴും നമുക്ക് ക്ലച്ചിൻ്റെ ഭാഗമാണ് നമുക്ക് അഴിച്ച് നോക്കണ്ടേ. കാരണം ഓൾറെഡി ക്ലച്ചിൽ CVT ക്ലച്ച് ആയതുകൊണ്ട് ക്ലച്ചിലാണ് അതിൻ്റെ പവർ ഫെയിലിയർ വരാം. അപ്പോൾ രണ്ട് കേസും നമുക്ക് ആവറേജ് ചിലവ് വരുന്ന കേസാണ്. അതായത് ഇപ്പോൾ ക്ലച്ച് അഴിച്ചാലും നമുക്കതിനൊരു സർവീസ് ചാർജ് വരും. കാർബറേറ്റർ അഴിക്കുമ്പോഴും നമുക്ക് അതിൻ്റെ കാർബറേറ്റർ ക്ലീനിങ്ങിൻ്റെ എമൗണ്ട് വരും. ക്ലീനർ അത്യാവശ്യം അതിനോടനുബന്ധിച്ച് സംഭവം വരും. തന്നെ ആ വണ്ടിക്ക് ഇടയ്ക്ക് കംപ്ലയിൻറ്റ്സ് ഉള്ളതാണ്. അപ്പോൾ അത്യാവശ്യം വർക്കുകൾ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ ചെയ്താലും മതി. അപ്പോൾ ആ രീതിയിൽ നമ്മളിപ്പോൾ എഞ്ചിൻ ഓയിലും മാറ്റി അത്യാവശ്യം വേണ്ട മൈനർ ചെക്കപ്പായിട്ട് ചെയ്ത് ക്ലോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. വേറെ ജനറൽ സർവീസോ അങ്ങനെ മേജറായിട്ടുള്ള വേറെ കംപ്ലയിൻ്റ് ഒന്നും ചെയ്യുന്നില്ല. ഈ പറഞ്ഞ വലിയുടെ കേസായാലും കാർബറേറ്ററിൻ്റെ ആയാലും തൽക്കാലം പഴിക്കുന്നില്ല. ബാക്കിയത്തെ ആ പറഞ്ഞ വർക്കാണ് നമ്മൾ ചെയ്യണുള്ളൂ. അപ്പോൾ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. ആ മെയിൻ സ്റ്റാൻഡിൻ്റെ പിന്നെ ലൂസായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇത്ര കേസാണ് മെയിനായിട്ട് ചെയ്യുന്നത് കേട്ടോ. ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. എസ്റ്റിമേറ്റും ബിൽ എമൗണ്ടും കാര്യങ്ങളൊക്കെ. ഓക്കെ.